അനധികൃത കുടിയേറ്റത്തിനിടെ അമേരിക്കയിൽ ഒരാൾ കൂടി കൊല്ലപ്പെട്ടു. അലക്സ് പെട്രി എന്ന 37-കാരനാണ് കൊല്ലപ്പെട്ടത്. ആയുധങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കവെയാണ് അലക്സിന് വെടിയേറ്റത്. 3 ആഴ്ചക്കിടെ രണ്ടാമത്തെ മരണമാണ് അനധികൃത കുടിയേറ്റത്തിനിടെ അമേരിക്കയിൽ നടന്നത്. During this operation, an individual approached U.S. Border Patrol agents with a 9mm semi-automatic handgun. The agents attempted to disarm the individual, but he violently resisted. Fearing for his life and the lives and safety of fellow officers, a Border Patrol agent fired defensive shots. Medics on the scene immediately delivered medical aid to the subject, but the subject was pronounced dead at the scene. ഐസൻ ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ഐസൻ, ഈ അമേരിക്കയെ ആശങ്കയിലാഴ്ത്തുന്ന ഒന്നാണ് ഈ അനധികൃത കുടിയേറ്റം. ഇപ്പോൾ ഒരാൾ കൂടി കൊല്ലപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് കുടിയേറിപ്പാർത്ത യുവാവാണോ ഇപ്പോൾ കൊല്ലപ്പെട്ടത്? അമേരിക്കയിൽ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? എന്താണ് ഭരണകൂടം വിശദീകരിക്കുന്നത്? അശ്വതി, ഇപ്പോൾ വിശദീകരണം നമ്മൾ കേട്ടതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഐസ് എന്ന് പറയുന്ന, അതായത് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിന്റെ ഭാഗമായാണ് മിനിപ്പോളിസ് നഗരത്തിൽ വിശാലമായ രീതിയിൽ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനുള്ള പരിശോധനകൾ ആരംഭിച്ചത്. ഈ പരിശോധനകൾ ആരംഭിക്കുമെന്ന് നേരത്തെ തന്നെ ട്രംപ് വിശദീകരിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ വിവിധയിടങ്ങളിൽ ഇവർ വൻതോതിൽ കുടിയേറിപ്പാർത്തവരെ കണ്ടെത്തുന്നതിനുള്ള പരിശോധനകൾ നടക്കുകയും ചെയ്തു. ഈ പരിശോധന നടക്കുന്നതിനിടെ കൂടെ ഉണ്ടായിരുന്ന ഒരു അനധികൃത കുടിയേറ്റക്കാരനെ പിടികൂടുന്നതിനിടെയാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് കൊല്ലപ്പെട്ട വ്യക്തിയുമായി ഒരു എൻകൗണ്ടറിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നാണ് ഇപ്പോൾ വിശദീകരണം ലഭ്യമാകുന്നത്. അമേരിക്കയിലെ ഈ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന്റെ ഒരു വിശദീകരണം വരുന്നത്. അലക്സ് പെട്രി എന്ന് പറയുന്ന US പൗരനാണ് കൊല്ലപ്പെട്ടത്. ഇയാളോടൊപ്പം മറ്റൊരു അനധികൃത കുടിയേറ്റക്കാരനെ പിടികൂടിയിട്ടുമുണ്ടായിരുന്നു. അയാളെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടെയാണ് ഈ അലക്സ് പെട്രിയുടെ കൈവശമുണ്ടായിരുന്ന തോക്ക് പിടിച്ചു വാങ്ങുന്നതിനിടെ, മാരകായുധങ്ങൾ പിടിച്ചു വാങ്ങുന്നതിനിടെ അക്രമാസക്തനാവുകയും തുടർന്ന് സ്വയരക്ഷയ്ക്ക് വേണ്ടി ആ ഗാർഡ് വെടിയുതിർക്കുകയുമായിരുന്നു ചെയ്തത് എന്നാണ് ഇപ്പോൾ വിശദീകരിച്ചിരിക്കുന്നത്. ഈ വിശദീകരണത്തിൽ നിന്നും, അതായത് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥന്റെ വിശദീകരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നേരത്തെ സമാന രീതിയിൽ മിനിപ്പോളിസിൽ ഇത്തരത്തിലൊരു ആക്രമണം നടക്കുകയും ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഐസൻ, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും അനധികൃത കുടിയേറ്റത്തിനിടെ അമേരിക്കയിൽ ഒരാൾ കൂടി കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അലക്സ് പെട്രി എന്ന 37-കാരനാണ് കൊല്ലപ്പെട്ടത്. ഐസനാണ് വിവരങ്ങൾ നൽകിയത്.